പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. അവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണുന്ന ഒരു അപ്പായുണ്ട്, കേൾക്കുന്ന ഒരു പിതാവുണ്ട്, നമ്മളുടെ സങ്കടങ്ങൾ ഓരോന്നും അറിയുന്ന ഒരു കർത്താവുണ്ട്. നാം അനാഥരല്ല. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവുള്ളപ്പോൾ എന്തിനാ ഭാരപ്പെടുന്നത്? ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ കാണുന്ന, കേൾക്കുന്ന, ഉള്ളതുപോലെ അറിയുന്ന ദൈവ സാന്നിധ്യം തൊട്ടരികിലുണ്ട്. നിരാശപ്പെടരുത്, മനസ്സ് പതറിപ്പോകരുത്. ദൈവ സാന്നിധ്യം കൂടെയുള്ളതിനാൽ അവിടുന്ന് നിങ്ങളുടെ കരം പിടിച്ച് നയിക്കുക തന്നെ ചെയ്യും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം എടുത്തൊന്ന് ധ്യാനിച്ചേ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. നോക്കിക്കേ, എത്ര ഇന്റിമേറ്റ് റിലേഷൻ അത്. കാണുന്ന, കേൾക്കുന്ന, എല്ലാം അറിയുന്ന അപ്പ. നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. ഭാരപ്പെടരുത്. ആ കണ്ണിൽ നിന്ന് ഒഴുകി വന്ന കണ്ണുനീർ ആരും കണ്ടില്ലെന്നാ കരുതിയതല്ലേ? ഇന്ന് അപ്പ നിങ്ങളോട് പറയുകയാ, ഞാനത് കണ്ടു. നിങ്ങളുടെ നെടുവീർപ്പിന്റെ ശബ്ദം ആരും കേട്ടില്ലായിരിക്കാം. ശബ്ദം പുറത്തു പോകാതെ, ശബ്ദം പുറത്തു വരാതെ ആയിരിക്കാം നിങ്ങൾ അകത്ത് നിലവിളിച്ചത്. ആരും കേട്ടില്ല എന്ന് കരുതിയ ആ ശബ്ദം അപ്പ കേട്ടു. ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വന്ന ചില സങ്കടങ്ങളില്ലേ, ആരോടും പറയാത്ത സങ്കടങ്ങൾ, ഉള്ളിൽ ഒതുക്കിയത്, അപ്പ അത് അറിയുന്നു. ഭാരപ്പെടേണ്ട, ദൈവ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട്. ഉള്ളതുപോലെ അറിയുന്ന കർത്താവിന്റെ കരത്തിലേക്ക് വിധേയപ്പെടുത്തുക. സമാധാനമായിട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ സ്വസ്ഥതയും സമാധാനവും നിറയട്ടെ. നിങ്ങൾ സുഖമായി വിശ്രമിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും നിർഭയമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഞങ്ങളുടെ പൊന്നു പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കാൾ വലുതായി ഞങ്ങൾക്ക് ഈ ലോകത്ത് മറ്റൊന്നും വേണ്ട. അങ്ങേ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ അനുഗ്രഹിക്കുന്നു. നിരാശയോടെ ഇരിക്കുന്ന ചില ഉള്ളങ്ങളിൽ ഇപ്പോൾ തന്നെ ദൈവിക സമാധാനം നിറയട്ടെ. മഹത്വം അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.